വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ഫരീസ്യരിൽ നിക്കോദിമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. രാത്രി യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, റബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെ ഇല്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവൻ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. നിക്കോദിമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യൻ ഇനി ഇത് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ചവന് ജനിക്കുവാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്ന മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്ത് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ ഇതെവിടെ നിന്ന് വരുന്നുവെന്നോ ഇവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? നിക്കോദിമോസ് ചോദിച്ചു. യേശു പറഞ്ഞു, നീ ഇസ്രായേലിൻ്റെ ഗുരുവല്ലേ? എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു, കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ അറിയുന്നില്ല. ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ബെനഹായ്ക്ക് ശേഷമുള്ള 3-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ചിന്തയ്ക്ക് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു ഫരീസയനാണ് ഇവിടുത്തെ പ്രധാന കഥാപാത്രം. ഫരീസനായ നിക്കോദിമോസ് എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു മനുഷ്യനാണ്. സമൂഹത്തിൽ സ്ഥാനം, മാനം, അംഗീകാരമുള്ളൊരു മനുഷ്യനാണ്. യേശുവിനെ ഒരു ഗുരു എന്ന നിലയിൽ കാണുകയും ഗുരു എന്ന രീതിയിൽ സ്വീകരിക്കുകയും ചെയ്യുവാൻ അദ്ദേഹം തയ്യാറായി. അതിൻ്റെ അടയാളമാണ് അദ്ദേഹം രാത്രിയിൽ യേശുവിനെ കാണുവാനായിട്ട് വന്നു എന്ന് പറയുന്നത്. അവൻ്റെ ജീവിതത്തിൽ അവനായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് വരുവാനുള്ള ഒരു സന്നദ്ധത കാണിക്കുന്നതായിട്ട് നമ്മുടെ കാണുകയാണ്. അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ അവൻ പുകഴ്ത്തുകയാണ്. നീ ഒരു ഗുരുവാണ്, നീ പഠിപ്പിക്കുന്നതും നീ ചെയ്യുന്നതും മറ്റാർക്കും ചെയ്യാൻ സാധിക്കത്തില്ല, സ്വർഗത്തിൽ നിന്നൊരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അവൻ ദൈവത്തോട് അടുത്തു എന്ന് മനസ്സിലാക്കിയ യേശു തമ്പുരാൻ നിത്യസത്യങ്ങൾ അവനോട് തുറന്നു പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുവിനോട് പറയാനാണ് അടിസ്ഥാനപരമായി നിത്യജീവൻ ആവശ്യമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് അവൻ സംസാരിക്കുന്നത്. യേശു പറയുന്നത്, നീ വീണ്ടും ജനിക്കണം. ഒരുപക്ഷെ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരു തിരുവചനമാണ് നീ വീണ്ടും ജനിക്കണം എന്നുള്ളത്. വളരെ തെറ്റായ അവതരണങ്ങളും തെറ്റായ വിശദീകരണങ്ങളും തെറ്റായ അർത്ഥങ്ങളുമാണ് ഇതിന് പലപ്പോഴും പലരും നൽകുന്നത്. കർത്താവിൽ കൃത്യമായിട്ട് പറയും, വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ശരീരത്തിൽ ജനിക്കുന്ന ശരീരമാണ്, ആത്മാവിൽ ജനിക്കുന്ന ആത്മാവാണ്. അപ്പോൾ ആത്മീയ ജനനത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അതെങ്ങനെ ജനിക്കണം? വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. ഇത് കർത്താവ് വ്യക്തമായി പറയുന്നത് ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ്, മാമോദീസയെക്കുറിച്ചാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ 2 ജ്ഞാനസ്നാനത്തെക്കുറിച്ച് പ്രതിപാദിക്കണം. ഒന്ന് യോഹന്നാന്റെ ജ്ഞാനസ്നാനം, കർത്താവ് സ്വീകരിച്ച ജ്ഞാനസ്നാനം. അത് അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനമാണ്. ഒരു മനുഷ്യൻ പശ്ചാത്താപത്തിലേക്ക് വരുന്നതിൻ്റെ, ഒരു മനുഷ്യൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നതിൻ്റെ, ഒരു മനുഷ്യൻ മാനസാന്തര അവസ്ഥയിലേക്ക് വരുന്നതിൻ്റെ അടയാളമാണ് യോഹന്നാന്റെ മാമോദീസ. യേശുവിന് മാമോദീസ ആവശ്യമില്ലായിരുന്നു, പക്ഷേ എങ്കിൽ ലോകം കാണണം, മറിച്ച് യോഹന്നാന് ഒരു അടയാളമായിട്ട് മാറണം യേശുവിൻ്റെ സ്നാനം. ഒന്നാണ് യേശു തമ്പുരാൻ സ്നാനപ്പെടുവാനായിട്ട് പോകുന്നത്. യേശുവിൻ്റെ സ്നാനത്തിൽ നാം കാണുന്ന 3 പ്രത്യേകതകളുണ്ട്. അത് ലോകത്തിൽ എവിടെയെല്ലാം സ്നാനം നടക്കുന്നു അവിടെയെല്ലാം നടക്കുന്ന 3 സംഭവ വികാസങ്ങളാണ്. ഒന്നാമതായി സ്വർഗം തുറക്കപ്പെടുന്നു. നമ്മൾ ചോദിച്ചേക്കും, സ്വർഗം അടച്ചിട്ടേക്കുമായിരുന്നു. ആദത്തിൻ്റെ പാപത്തോടുകൂടി സ്വർഗം അടയ്ക്കപ്പെട്ടു. കാവൽ മാലാഖമാർ അതിന് കാവൽ നിൽക്കുന്ന കാണാൻ സാധിക്കും. ഒരാൾക്ക് സ്വർഗത്തിൽ നിന്നും പുറത്തേക്കോ, ഒരാൾക്ക് അകത്തുനിന്നും പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ ആർക്കും അതിനുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കും. സ്വർഗം അടയ്ക്കപ്പെടും. എന്നാൽ മാമോദീസായിൽ ഒരാൾ മാമോദീസ മുങ്ങപ്പെട്ടപ്പോൾ അവന് വേണ്ടി സ്വർഗം തുറക്കുവാൻ ദൈവം തയ്യാറാണ്. അതിൻ്റെ അർത്ഥം അത് സ്വർഗത്തിലേക്കുള്ള ആദ്യത്തെ പടിവാതിലാണ്. സ്വർഗത്തിലേക്കുള്ള യഥാർത്ഥമായിട്ടുള്ള വഴി അതാണ്. മാമോദീസായിലൂടെ അല്ലാതെ, വീണ്ടും ജനനത്തിലൂടെ അല്ലാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കില്ല. അസന്നിഗ്ധമായി കർത്താവ് ഇത് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നീ ഇവിടെ ജനിക്കണം, അല്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. രണ്ടാമത് പറയുന്നത് സ്വർഗം തുറക്കപ്പെടുന്നത് മാത്രമല്ല, പ്രാവരൂപത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അവസിക്കും. ദൈവം നൽകുന്ന പരിശുദ്ധാത്മ ദാനത്തെക്കുറിച്ചാണ്
അവിടെ പ്രതിപാദിക്കുന്നത്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നു, സ്വർഗം നമ്മളെ ഏറ്റു പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രി. പ്രിയ സഹോദരങ്ങളെ, ഈ മാമോദീസാൽ കിട്ടുന്ന ഈ 3 അനുഗ്രഹങ്ങളോടൊപ്പം കർത്താവ് പറയുകയാണ്, നീ വെള്ളത്താലും ആത്മാവിലും ജനിക്കണം. ആത്മീയമായി ജനിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന 5 അനുഗ്രഹങ്ങളാണ്. ഒന്നാമത്തെ അനുഗ്രഹം, അവൻ്റെ ജന്മപാപം കഴുകിക്കളയപ്പെടുന്നു. പലപ്പോഴും പലർക്കും ജന്മപാപം എന്താണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ജന്മപാപം എന്ന് പറയുന്നത് ആദം ചെയ്തൊരു പാപത്തിന്റെ കറ നമ്മുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് കൃപാവരത്തിൽ ജീവിച്ചവനായ ആദം പാപം വഴി അവൻ്റെ കൃപാവരം നഷ്ടപ്പെടുത്തി കളഞ്ഞത് മാമോദീസായുടെ കൃപാവരം വീണ്ടും ദൈവം തമ്പുരാൻ തിരിച്ചു കൊടുക്കുന്നു. അവൻ പൂർണ്ണ കൃപയുള്ളവനായിട്ട് മാറുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, യേശുവിൻ്റെ മായാത്ത മുദ്ര അവൻ്റെ ഹൃദയത്തിൽ പതിയുന്നു. അവൻ യേശുവിൻ്റെ സ്വത്തായിത്തീരുന്നു. കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനായി, കർത്താവിന് വേണ്ടി മാറ്റം നിർത്തിയപ്പെട്ടവനായി, കർത്താവിനായി മുദ്ര കുത്തപ്പെട്ടവനായിട്ട് മാറുകയാണ് മാമോദീസായിലൂടെ. മാമോദീസയാണ് ഒരു മനുഷ്യനെ ലോകത്തിലെ മറ്റെല്ലാ മനുഷ്യരിൽ നിന്നും വേർപെടുത്തി ഈ ഒരു കൂട്ടായ്മയിലേക്ക്, വിശ്വാസ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം മാമോദീസ ഒരു വിശ്വാസത്തിന്റെ കൂദാശയാണ്. സ്വർഗരാജ്യത്തിന്റെ കവാടമാണ് മാമോദീസ എന്ന് പറയുന്നത്. അത് വിശ്വാസം ഏറ്റുപറയുന്ന കൂദാശയാണ്. സാത്താനെ തള്ളിപ്പറയുന്ന കൂദാശയാണ്. ലോകത്തെ തള്ളിപ്പറഞ്ഞ് ദൈവത്തെ ഏറ്റുപറയുന്ന കൂദാശയാണ്. അപ്പോൾ ഒന്നാമതായി ജന്മപാപം കഴുകിക്കളയപ്പെടുന്നു. രണ്ടാമതായി നിന്റെ ഹൃദയത്തിലൊരു മുദ്ര പതിക്കും. മൂന്നാമതായി യേശുവിന്റെ ഭൗതിക ശരീരമായ സഭയുടെ ഒരു ഔദ്യോഗിക അംഗമായി നീ രൂപാന്തരപ്പെടുന്നു. ഏതൊരു സ്ഥാപനത്തിനും ഒരു അംഗത്വം വേണമെങ്കിൽ അവരുടെ നിയമാനുസൃതമായ ഒരു അംഗത്വം സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് അംഗമായി തീരുവാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ഈ മനുഷ്യൻ മാമോദീസായിലൂടെയാണ് യേശുവിന്റെ സഭയായ കത്തോലികവും ശ്രൈകികവും ഏകവും വിശുദ്ധമായ സഭയുടെ ഒരു ഭാഗമായിട്ട് മാറുന്നതെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. നാലാമതായിട്ട്, നാം ദൈവരാജ്യത്തിന് അവകാശിയാകുന്നു. അഞ്ചാമതായിട്ട്, ദൈവം നമ്മെ ഏറ്റുപറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അങ്ങനെ 5 അനുഗ്രഹങ്ങൾ, 5 3 8 അനുഗ്രഹങ്ങളാണ് മാമോദീസായിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് വീണ്ടും ജനിക്കുവാനായിട്ട് കർത്താവ് നമുക്ക് നൽകുന്ന നിർദ്ദേശം. നീ ഒരു പുതിയ മനുഷ്യനാകണം. മാനസാന്തരപ്പെട്ട് യേശുവിനെ ഏറ്റുപറഞ്ഞ് ലോകത്തെയും പാപത്തെയും പിശാചിനെയും ഉപേക്ഷിച്ച് സഭയുടെ മകനായി മകളായി മാറി സ്വർഗരാജ്യത്തിന്റെ അവകാശിയായിത്തീരുന്ന, നിത്യതയ്ക്ക് യോഗ്യയായിത്തീരുന്ന ഒരവസ്ഥയാണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. ഇതാണ് നിക്കോദെമോസിനോട് കർത്താവ് പറയുന്നത്. നാം ഭാഗ്യം ചെയ്തവരാണ്. ജനിച്ചപ്പോൾ തന്നെ 8-ാം ദിവസവും 9-ാം ദിവസവും ജ്ഞാനസ്നാനത്തിലൂടെ യേശുവിന്റെ സഭയുടെ ഭാഗമായി ഈ രക്ഷണീയ പദ്ധതിയിൽ പങ്കുപറ്റുവാനായിട്ട് ദൈവം നമുക്ക് ഭാഗ്യം നൽകി. നമ്മുടെ വിഷയം, നമുക്ക് ഈ സഭയുടെ അംഗമായി തീരുവാൻ ഭാഗ്യം കിട്ടിയെങ്കിലും ഈ സഭ തരുന്ന കൃപാവരത്തിൽ ജീവിക്കുവാൻ നാം കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഭാഗം. നാം ഈ കൃപാവരത്തിൽ ജീവിക്കണം. മറ്റു കുദാശകളിലൂടെ അനുദിനമായി നമ്മുടെ വിശുദ്ധീകരണം നേടിയെടുത്ത് സ്വർഗരാജ്യത്തിന് നിത്യതയ്ക്ക് യോഗ്യതയുള്ളവരായി തീരുവാൻ ഇഹത്തിലും പരത്തിലും നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നാമമാത്ര ക്രിസ്ത്യാനിയല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തോടൊത്ത് വസിക്കുന്ന, ദൈവത്തിന്റെ സ്വത്തായ ഒരു വ്യക്തിത്വമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നാം വലിയ നോയമ്പിലേക്ക് പ്രവേശിക്കുന്ന കാലങ്ങൾ അടുത്തു വരികയാണ്. അതിനു മുമ്പായിട്ടുള്ള ഈ ദിവസത്തിൽ ഈ ഒരു വലിയ ആത്മീയ നവീകരണം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ വലിയ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ദൈവം വരാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മിലേക്ക് തിരിഞ്ഞു നോക്കാം. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തു പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ലോകത്തിൻ്റെതായ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, പിശാചുമായി എന്തെങ്കിലും കൂട്ടുകെട്ട് നമുക്കുണ്ടെങ്കിൽ അതിനെ മുഴുവൻ ഉപേക്ഷിച്ച് യേശുവിനെ സ്വന്തമാക്കും. മാമോദീസായിൽ പറഞ്ഞ സാത്താനെ, നിന്നെയും അല്ല സകല സൈന്യങ്ങളെയും അല്ല സകല ദൂതന്മാരെയും നിന്റെ എല്ലാ വഞ്ചനയും ഞാൻ ഉപേക്ഷിക്കുന്നു. മിശിഹാ തമ്പുരാനെ, നിന്നിലും പരിശുദ്ധന്മാരായ പ്രവാചകന്മാർ, പിതാക്കന്മാർ, സ്ലീഹന്മാർ എന്നിവരിൽ കൂടിയും നീ ഞങ്ങളെ പഠിപ്പിച്ച സർവ്വതും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ജീവിതത്തിന്റെ ഉടമയാകുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ എല്ലാ അനുഗ്രഹങ്ങളും തന്ന ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.